നമസ്കാരം. ജനാധിപത്യ സംവിധാനത്തിൽ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന തരത്തിൽ പശ്ചിമ ബംഗാൾ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഐപാക് റെയ്ഡുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ്. കൽക്കരി കുംഭകോണം ഉൾപ്പെടെയുള്ള വൻ അഴിമതി ആരോപണങ്ങളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജി സർക്കാരിനും വ്യക്തമായ പങ്കുണ്ടെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ തടയാൻ സംസ്ഥാനം ഔദ്യോഗിക സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത്. ED ഉദ്യോഗസ്ഥരെ തടയാനും അവർക്കെതിരെ കേസെടുക്കാനും ബംഗാൾ പോലീസ് കാണിച്ച അമിത ഉത്സാഹം ഭരണഘടനാ വിരുദ്ധമാണെന്ന് സൂചിപ്പിക്കുന്നതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ. കുറ്റവാളികളെ സംരക്ഷിക്കുവാൻ സംസ്ഥാനത്തെ ക്രമസമാധാന സംവിധാനങ്ങൾ ഒരു കവചമായി മാറുന്നത് രാജ്യത്ത് അരാജകത്വമുണ്ടാക്കുമെന്ന കോടതിയുടെ മുന്നറിയിപ്പ് തൃണമൂൽ സർക്കാരിൻ്റെ അഴിമതി രാഷ്ട്രീയത്തിനുള്ള കനത്ത പ്രഹരമാണ്. കൊൽക്കത്തയിലെ ഐപാക് ഡയറക്ടർ പ്രദീക് ജെയിനിൻ്റെ വസതിയിൽ ED നടത്തിയ റെയ്ഡാണ് വിവാദങ്ങളുടെ തുടക്കം. സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൽക്കരി കുംഭകോണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഇവിടെ റെയ്ഡ് നടത്തിയത്. ഈ കുംഭകോണത്തിലൂടെ ലഭിച്ച വലിയൊരു തുക നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കും മറ്റുമായി വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ED സംശയിക്കുന്നു. രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ സ്ഥാപിച്ച ഐപാക് എന്ന സ്ഥാപനം തൃണമൂൽ കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നായതിനാൽ കള്ളപ്പണം ഇവിടേക്ക് ഒഴുകിയിട്ടുണ്ടോ എന്നതായിരുന്നു അന്വേഷണ ഏജൻസിയുടെ പ്രധാന നിരീക്ഷണം. ഐപാക് ഡയറക്ടർ പ്രദീക് ജെയിൻ്റെ വസതിയിലും ഓഫീസുകളിലും നടത്തിയ പരിശോധനയിലൂടെ ഗൂഢാലോചനയുടെ രേഖകൾ, ഡിജിറ്റൽ തെളിവുകൾ, സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങൾ എന്നിവ കണ്ടെത്താനാണ് ED ശ്രമിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഐപാക്കിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. ഇത്തരത്തിൽ കണ്ടെത്തിയ ചില നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൊൽക്കത്തയിലെ ഓഫീസുകളിൽ ED നേരിട്ട് പരിശോധനയ്ക്കെത്തിയത്. എന്നാൽ ഈ റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും തിരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്നുമാണ് മമതാ ബാനർജി സർക്കാരും ഐപാക്കും വാദിക്കുന്നത്. ഈ പരിശോധനയെ സംസ്ഥാന സർക്കാരും പോലീസും തടസ്സപ്പെടുത്തിയതോടെ ED സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. ഐപാക്കിൻ്റെ മറവിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ പുറത്തു വരുമെന്ന ഭയമാണ് മമതാ സർക്കാരിനെ അന്വേഷണം തടസ്സപ്പെടുത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ തടയാൻ സംസ്ഥാന ഏജൻസികളെ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേകതരം നിയമലംഘനമായാണ് കോടതി കണ്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതും അവർക്കെതിരെ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും മമതാ ബാനർജിയുടെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമാണെന്നും അത് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുമെന്നും കോടതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. ED ഉദ്യോഗസ്ഥർക്കെതിരെ ബംഗാൾ പോലീസ് എടുത്ത FIR സ്റ്റേ ചെയ്തതിലൂടെ മമതാ സർക്കാരിൻ്റെ പ്രതികാര രാഷ്ട്രീയം കോടതി തടഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ പോലീസ് മേധാവി രാജീവ് കുമാർ അടക്കമുള്ളവർ നടത്തുന്ന നീക്കങ്ങൾ നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണെന്ന് ഈ ഉത്തരവ് വ്യക്തമാക്കുന്നു. റെയ്ഡ് നടന്ന സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കുവാൻ നൽകിയ നിർദ്ദേശം തെളിവുകൾ നശിപ്പിക്കുവാൻ ബംഗാൾ സർക്കാർ മുതിരുമെന്ന സംശയത്തെ ബലപ്പെടുത്തുന്നതാണ്. കൽക്കരി കുംഭകോണത്തിലെ അന്വേഷണം മമതാ ബാനർജിയുടെ കുടുംബത്തിലേക്കും അടുത്ത വൃത്തങ്ങളിലേക്കും നീളുന്നത് തടയാനുള്ള ഗൂഢാലോചനയാണ് സംസ്ഥാന ഏജൻസികളുടെ ഇടപെടലിലൂടെ വ്യക്തമാകുന്നത്. ഫെബ്രുവരി 3 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മമതാ സർക്കാരിന് കൂടുതൽ കടുത്ത ചോദ്യങ്ങളെ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. അധികാരം ഉപയോഗിച്ച് അന്വേഷണങ്ങളെ അട്ടിമറിക്കാമെന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ ധാർഷ്ട്യത്തിനുള്ള മറുപടിയാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ. അഴിമതി മൂടിവയ്ക്കാൻ സംസ്ഥാന പോലീസിനെ ആയുധമാക്കുന്ന മമതാ ബാനർജിയുടെ ശൈലി ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന വാദത്തിന് ഈ വിധി കൂടുതൽ കരുത്ത് നൽകും. വരും ദിവസങ്ങളിൽ ഐപാക് ഡയറക്ടർ പ്രദീക് ജെയിൻ്റെ വസതിയിൽ നിന്ന് ലഭിച്ച രേഖകൾ പുറത്തു വരുന്നതോടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അഴിമതി മുഖം കൂടുതൽ വ്യക്തമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.